ഞാനൊരു സ്കൂട്ടറിലാണ് ഈ ലഡാക്ക് ട്രിപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഭയങ്കര സേഫാണ് ലഡാക്ക് യാത്ര. അപ്പോൾ ഈ യാത്രകളൊക്കെ പോയി കഴിഞ്ഞപ്പം ഈ കാഴ്ചകൾ കാണാത്ത ആൾക്കാരെ യൂട്യൂബിലൂടെ കാണിക്കുന്നതിനേക്കാളും ആൾക്കാരെ നേരിട്ടുകൊണ്ട് കാണിക്കുന്ന ഒരു എക്സ്പീരിയൻസ് വയ്ക്കാലോ എന്ന് തുടങ്ങിയാണ് ഈ ട്രാവൽ കമ്പനിയൊക്കെ തുടങ്ങിയത്. ലഡാക്കിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പറഞ്ഞെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഈ ഹാൻലി എന്ന് പറയുന്നതാണ് വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. നമ്മൾക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഹായ്, എൻ്റെ പേര് സ്നേഹ. ഞാനൊരു HR ആസ്പിരൻ്റ് ആണ്. ഇന്നിവിടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഒരു ഓൺട്രപ്രണറും അതുപോലെ തന്നെ ട്രാവൽ കോണ്ടൻറ് ക്രിയേറ്ററുമായ അജയ് ആണ്. സോ വെൽക്കം ടു ദ ഷോ അജയ്. താങ്ക് യു സ്നേഹ. ഓക്കെ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ലൈഫിനെ ഏറ്റവും കൂടുതൽ മാറ്റിമറിക്കുന്നത് യാത്രകളും അതുപോലെ സിനിമകളുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്യാറുള്ള വ്യക്തിയാണ് അജയ്. ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര ഏതായിരുന്നു? തീർച്ചയായിട്ടും ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ടാവും. അതിൽ എനിക്കൊരു ഐ ഓപ്പണറായിട്ടൊക്കെ തോന്നിയത് ലഡാക്ക് യാത്രയാണ്. ഡൽഹി തുടങ്ങി അതിനുശേഷം കശ്മീർ എത്തി, അതിനുശേഷം ലഡാക്ക്, അവിടുന്ന് മണാലി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്പിതി വാലി, ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുന്നതായിരുന്നു എൻ്റെ ബെസ്റ്റ് ട്രിപ്പ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഒരു 3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പായിരുന്നു. അത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും എൻ്റെ ബെസ്റ്റ് ട്രിപ്പ്. അതെന്തുകൊണ്ടായിരിക്കും ഏറ്റവും ബെസ്റ്റ് ട്രിപ്പായിട്ട് ചൂസ് ചെയ്തത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ യാത്ര പോവുക എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം എല്ലാവരും മനസ്സിൽ വരിക ഒരു റോഡ് ട്രിപ്പായിരിക്കും. ഞാനൊരു സ്കൂട്ടറിലാണ് ഈ ലഡാക്ക് ട്രിപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം അതിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അതേപോലെ നമ്മൾ മീറ്റ് ചെയ്ത പീപ്പിൾസും, അതേപോലെ ഞാനൊരു 3 മാസം റോഡിൽ തന്നെയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ട്രിപ്പായിട്ട് എനിക്ക് ഇപ്പോഴും മനസ്സിൽ കൊണ്ടുവെക്കാൻ പോകുന്നത്. അതൊരു ലോങ് ട്രിപ്പായിരുന്നല്ലോ, ലോങ് ജേണി ആയിരുന്നല്ലോ. അതുകൊണ്ടാണ്, അതായത് ഞാൻ ഈ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് യാത്ര തുടങ്ങുന്നത്. ഞാൻ ആമസോണിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ആമസോണിൽ ജോലിയൊക്കെ കളഞ്ഞ് എങ്ങനെയൊക്കെയോ ഒരു ട്രിപ്പ് പോകാൻ ഉള്ളൊരു മൂഡിലാണ് അങ്ങനെ പോയത്. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വഴിയിൽ കണ്ടുമുട്ടിയ ആൾക്കാരും എന്തിനാണ് ഞാൻ ഈ യാത്ര പോകുന്നതെന്ന് എന്തിനാണ് ഈ യാത്ര പോകുന്നതിനെക്കുറിച്ചൊരു അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് പോയത്. പക്ഷേ അത് തന്നൊരു എക്സ്പീരിയൻസ്, നമ്മൾ ആൾക്കാരെ കാണുന്നതാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത സ്ഥലങ്ങൾ, ഇതുവരെ നമ്മൾ ജീവിതത്തിൽ എന്താ പറയുക, ഒരു ക്രയോൺസ് കൊണ്ട് കുട്ടികൾ മലകളും കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ പല കളറിൽ വരയ്ക്കും. അതുപോലെ വരച്ച ചിത്രങ്ങളാണ് നമ്മൾ ലഡാക്കിലെ യാത്രയിൽ കാണുന്നത്. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ദൈവമോ അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ഉണ്ട് എന്ന് വിചാരിക്കുക. അവർ ഈ ഭൂമി മുഴുവനും ക്രിയേറ്റ് ചെയ്തു. ഈ ക്രിയേറ്റ് ചെയ്ത ഭൂമി ചെയ്യുമ്പോൾ പല കളറിലുള്ള സാധനങ്ങളും വസ്തുക്കളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം നമ്മളൊരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്ന എന്താണോ അതാണ് ലഡാക്ക്. അത്രയും അമ്പരിപ്പിക്കുന്ന കാഴ്ചകൾ. പിന്നെ പല ഇപ്പോൾ കേരളത്തിലാവട്ടെ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാലും എല്ലായിടത്തും നടക്കുന്ന കഥകളൊക്കെ സെയിം ഒക്കെ തന്നെയാണ്. അപ്പോൾ ലഡാക്കിൽ ചെല്ലുമ്പോഴും ഇതേ കഥകൾ തന്നെയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, അവരൊന്നും നമ്മുടെ കേരളത്തിൻ്റെ അത്രയും വികസിതമായിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ ഒരു കമ്പനികളിൽ വർക്ക് ചെയ്യുന്നു അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല. എല്ലാം ഗ്രൗണ്ട് ടു എർത്തായിട്ട് ഭൂമിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ഇപ്പോഴാണ് ഒരു 90കളിലൊക്കെ കേരളത്തിലൊക്കെ സംഭവിച്ച കാര്യങ്ങൾ അവിടെ സംഭവിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് പിന്നിലേക്ക് പോകാനും ഒരു അവസരം അവിടെയുണ്ട്. അപ്പോൾ അവിടെയും അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ഭൂമിയോട് ഇണങ്ങി ജീവിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഐ ഓപ്പണർ തന്നെയായിരിക്കും ഈ യാത്ര. പലർക്കും പലതായിരിക്കും, എനിക്ക് ലഡാക്കിലൂടെ വന്നു എന്ന് മാത്രം. റോഡ് ട്രിപ്സ് ഒരുപാട് ചെയ്യുന്ന വ്യക്തിയാണല്ലോ. ഞാൻ അധികം റോഡ് ട്രിപ്സ് ഒന്നും ചെയ്യുന്ന ആളല്ല. ഞാൻ വളരെ കുറച്ചായിട്ടുള്ളൂ. മേഘാലയ പോയിട്ടുണ്ട്, അതേപോലെ തന്നെ ലഡാക്ക് കവർ ചെയ്തിട്ടുണ്ട്, പിന്നെ മൂന്നാർ, അങ്ങനത്തെ യാത്രകളൊക്കെയാണ് റോഡ് ട്രിപ്പ്. അതല്ലാതെ ഞാൻ യാത്ര ചെയ്യുന്നത് മിക്കവാറും ഫ്ലൈറ്റിലോ ട്രെയിനിലോ ഒക്കെ തന്നെയായിരിക്കും കൂടുതലും യാത്രകൾ വരുന്നത്. ഈ ലഡാക്ക് ടു കാശ്മീർ സൈഡിലൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഹൈ പാസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട്. അതിനെപ്പറ്റി? അതായത് ലഡാക്കിലെ യാത്രയിൽ ഒരുപാട് ഹൈ പാസസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സോജില പാസ് ഉണ്ട്, കർദുങ്ല പാസ് ഉണ്ട്, അതേപോലെ തന്നെ ഉമിംഗ്ല പാസ് ഉണ്ട്. ഇതൊക്കെ പണ്ട് നമ്മുടെ ചൈനയുടെ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഇപ്പോൾ റോഡൊക്കെ നല്ല രീതിയിൽ, അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എന്താണെന്നുള്ളത് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. കാരണം ഓരോ നിമിഷവും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ബ്രോയുടെ കുറേ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ബോർഡിലൊക്കെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വായിക്കാനൊക്കെ തന്നെ രസമാണ്. അപ്പം ഇപ്പോൾ റോഡൊക്കെ നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും പേടിക്കാനൊന്നുമില്ല. പിന്നെ പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്താ പറയുക,
ഒരു ഏപ്രിൽ തൊട്ടൊക്കെയാണ് ഈ റോഡ് ഓപ്പൺ ആവുള്ളൂ. നമുക്ക് മണാലി വഴിയും പോവാം, അതേപോലെ തന്നെ കശ്മീർ വഴിയും പോവാം. അപ്പോൾ മണാലി വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബാരലാച്ച പാസ് അങ്ങനെ കുറേ പാസുകൾ കടന്നാണ് പോകേണ്ടത്. ഈ പോകുന്ന സമയത്ത് വാട്ടർ ക്രോസിങ് വരുവാണെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ടെൻഷനുള്ളൂ. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അവലാഞ്ചേഴ്സ് ആണ്. അവലാഞ്ചേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയാനൊക്കെ പറ്റും. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഭയങ്കര സേഫാണ് ലഡാക്ക് യാത്ര. മുന്നേ അത്യാവശ്യം നല്ല കഷ്ടപ്പാടായിരുന്നു. എന്നെങ്കിലും ഈ സിൽക്ക് റോഡൊക്കെ ആകുമ്പോൾ എന്തായാലും ട്രേഡും കാര്യങ്ങളൊക്കെ അതിൽ കൂടെ നടന്നിട്ടുണ്ടാവും. അപ്പം ഒരു പ്രശ്നമാക്കേണ്ട, ഒരു റിസ്ക് ആയിട്ട് എടുക്കുക, അതായത് ചലഞ്ചായിട്ട് എടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നീടുള്ള ഒരു പ്രശ്നം എന്ന് പറയാവുന്നത് AMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂട്ട് മൗണ്ടൈൻ സിക്നെസ് എന്നാണ് പറയുക. അതായത് നമ്മുടെ ബോഡി ഇപ്പോൾ നമ്മളൊക്കെ കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 2000-3000 ഓൾട്ടിറ്റ്യൂഡിലൊക്കെയാണ് ഉണ്ടാവുക. ലഡാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ആണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ബോഡി അതിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. ഇത് അഡാപ്റ്റ് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് എല്ലാം ഒറ്റയടിക്ക് അങ്ങോട്ട് തീർക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മൾ റെസ്റ്റ് ചെയ്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ലഡാക്ക് ഒരിക്കലും ഡേഞ്ചറസ് ആണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ കെയർഫുൾ ആയിരിക്കണം. ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാണ്ട് ഒരു യാത്ര പോയിട്ടുണ്ടോ? ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാതെ യാത്ര പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോയിട്ടുണ്ടെന്നും പറയാം, ഇല്ലയെന്നും പറയാം. കാരണം ഞാൻ ആമസോണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ജയ്സൽമീറിലേക്ക് ഒരു വീക്കെൻഡ് ട്രിപ്പ് പോയതാണ്. അപ്പം ഞാൻ ജയ്സൽമീറിലേക്ക് പോകുന്നത് ഡൽഹിയിൽ നിന്നാണ് ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്രെയിനിൽ കയറി നിന്നപ്പോൾ നമ്മൾ എല്ലാ സ്റ്റേഷൻസും ഇങ്ങനെ കണ്ടാണ് പോവുക. നമ്മൾ ജയ്പൂർ ആദ്യമേ കാണും, പിന്നെ ജോധ്പൂർ കാണും, അത് കഴിഞ്ഞിട്ടാണ് ജയ്സൽമീറിലേക്ക് എത്തുക. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലും ജയ്സൽമീർ എൻ്റെ വരെ എത്തി. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഫുള്ള് കവർ ചെയ്യാമെന്ന് പറഞ്ഞ് ഏകദേശം ഒരു 20-25 ദിവസം കൊണ്ട് രാജസ്ഥാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഒറ്റയ്ക്ക് മീൻസ് ചൂസ് ചെയ്യാതെ പോയി എന്ന് പറയാൻ പറ്റുന്നൊരു സ്ഥലം. യാത്രകൾ ഇപ്പോൾ ലഡാക്കിൽ പോയ കഥയൊക്കെ പറഞ്ഞു. ഇപ്പോൾ ലഡാക്കിൽ പോയി തിരിച്ച് കേരളത്തിലോട്ട് വന്നതിന് ശേഷം അവിടെ ചെന്നതിൽ നിന്നും എന്തെങ്കിലും ഒപ്പീനിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും തോട്ട്സോ ഇവിടെ വന്നതിന് ശേഷം മാറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. അതായത് ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, ചെറിയ രീതിയിലൊക്കെ ഓടി തുടങ്ങിയ ഒരു ടൈമിലാണ് ഈ ലഡാക്ക് ട്രിപ്പിലേക്ക് ഞാൻ പോകുന്നത്. അപ്പം ഈ പോകുന്ന സമയത്തൊന്നും എനിക്കിങ്ങനെ ഒരു പാക്കേജ് ചെയ്യാമെന്നോ ഒരു ടൂർ കമ്പനി തുടങ്ങാമെന്നോ അല്ലെങ്കിൽ ട്രാവൽ കമ്പനി തുടങ്ങാമെന്നോ അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ ഈ യാത്രകളൊക്കെ പോയി കഴിഞ്ഞപ്പം ഈ കാഴ്ചകൾ കാണാത്ത ആൾക്കാരെ യൂട്യൂബിലൂടെ കാണിക്കുന്നതിനേക്കാളും ആൾക്കാരെ നേരിട്ടുകൊണ്ട് കാണിക്കുന്ന ഒരു എക്സ്പീരിയൻസ് വയ്ക്കാലോ എന്ന് തുടങ്ങിയാണ് ഈ ട്രാവൽ കമ്പനിയൊക്കെ തുടങ്ങിയത്. ഇത് തുടങ്ങുന്നതിൻ്റെ സമയത്തൊന്നും അങ്ങനൊരു ചിന്തയേ ഉണ്ടായില്ല ഈ യാത്രയുടെ. തിരിച്ചെത്തി കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു ട്രാവൽ കമ്പനി തുടങ്ങാമെന്നും അതേപോലെ ഇത്രയും പേർക്ക് ജോലി കൊടുക്കാനുള്ള അവസരവും എല്ലാം ഉണ്ടായത് തീർച്ചയായിട്ടും ഈ യാത്രയ്ക്ക് ശേഷമാണ്. ഓക്കെ, ഇപ്പോൾ ട്രാവൽ ഏജൻസി ഉള്ള ആളായതുകൊണ്ട് ചോദിക്കുക, സോളോ ട്രിപ്സ് പോകുന്ന ആൾക്കാരുണ്ട് കുറേ പേര്. ഈ സോളോ ട്രിപ്സ് പോകുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കുറേ അടുത്ത് പറ്റിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെങ്ങനെ തരണം ചെയ്യാൻ പറ്റും? അതിനെങ്ങനെ? തീർച്ചയായിട്ടും നമ്മൾ ബോധവാനായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ബെസ്റ്റ് കാര്യം. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്ന ഇപ്പോൾ സ്നേഹ ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അറിയായിരിക്കും ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ അവെയറായിട്ട് വേണം തീർച്ചയായിട്ടും ചിന്തിക്കാനായിട്ട്. ഇപ്പം എൻ്റെ ഒരു ബ്രദറിന് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. പുള്ളി യാത്ര ചെയ്ത സമയത്ത് പുള്ളി ചൂസ് ചെയ്ത ഹോട്ടൽ അവിടെ ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് ക്യാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അന്ന് GST ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമായിരുന്നു. അപ്പോൾ ആ GSTയുടെ പേരിൽ അവർ വാങ്ങി വെച്ചത്. പക്ഷെ പുള്ളിനെ കാണാൻ ഒരു ആർമിക്കാരൻ്റെ ലുക്ക് ഉള്ളത് കൊണ്ട് തിരിച്ചിറങ്ങാതെ ആർമിയിലാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതേ എന്ന് പറഞ്ഞിട്ട് ആ പ്രിവിലേജ് യൂസ് ചെയ്തിട്ടാണ് പുള്ളി ക്യാഷ് തിരിച്ചു വാങ്ങിയത്. പക്ഷേ അതല്ലാതെ പറ്റിക്കപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും. അതെങ്ങനെ അതിനെ തരണം ചെയ്യാൻ പറ്റും? നമുക്ക് തരണം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാവുള്ളൂ. വിശ്വസ്തമായുള്ള ഏജൻസികളിലേക്ക് ബന്ധപ്പെടുക, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സൈറ്റ്. ഇപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സൈറ്റ് ആണെങ്കിലും കുറച്ചും കൂടെ ഈ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. എനിക്കിതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഹോട്ടൽസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ booking.com അതേപോലെ തന്നെ മേക്ക് മൈ ട്രിപ്പിലൊക്കെ കാണിക്കും. പക്ഷേ ഈ ഹോട്ടൽസ് അവിടെ ചെന്ന് കഴിയുമ്പോൾ അങ്ങനെ ഒരു ഹോട്ടൽസ് പോലും ഉണ്ടാവില്ല. ഇങ്ങനെ പറ്റിക്കപ്പെട്ടുന്ന ആൾക്കാർ ധാരാളമാണ്. നമുക്ക് റിവ്യൂസ് ചെക്ക് ചെയ്യാം, അതാണ് ഒരു ഓപ്ഷനുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ മുന്നേ പോയിരിക്കുന്ന ആൾക്കാരായിട്ട് സംസാരിക്കുക, അതിനുശേഷം മാത്രം ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷനുള്ളൂ. പിന്നെ ഒരു സോളോ ട്രിപ്പ് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സോളോ ട്രിപ്പ് പോകുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് തന്നെ വ്യത്യസ്തമായിട്ടൊരു മൈൻഡ് സെറ്റാണ്. അവർക്ക് കിടക്കാൻ ഒരു പായ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതുമാത്രമല്ല, പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും. അവർ പറയുന്ന അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ വേറൊരാൾ സജസ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എററും കാര്യങ്ങളൊക്കെ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. പറ്റിക്കപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരു ഈ സോളോ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്കുള്ള യാത്രയല്ല സോളോ ട്രിപ്പ്. നമ്മൾ ഒറ്റയ്ക്ക് ഇവിടുന്ന് പുറപ്പെടുന്നു എന്നേ ഉള്ളൂ.
പോകുന്ന വഴിക്ക് നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാരും അത് കഴിഞ്ഞ് നമ്മുടെ അവരെന്ന് പറയുന്നത് നമ്മളെ തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മളൊരു കാര്യം രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുകയാണ്. അപ്പോൾ അതും മുന്നേ പരിചയമില്ലാത്ത ആൾക്കാരെ ട്രസ്റ്റ് ചെയ്ത്, അപ്പോൾ അതൊരു പ്രശ്നമല്ല സോളോ ട്രിപ്പ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ബക്കറ്റ് ലിസ്റ്റിൽ കുറേ സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ പോകാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പക്ഷെ മസ്റ്റായിട്ടും കാണണം എന്നുള്ള ലിസ്റ്റിലുള്ള കുറച്ച് സ്ഥലങ്ങൾ ഏതൊക്കെയായിരിക്കും? അണ്ടർ റേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ബക്കറ്റ് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ കൂടുതലായിട്ടും ഇൻ്റർനാഷണൽ ട്രിപ്സാണ് ചെയ്യുന്നതിൽ എനിക്ക് കൊപ്പൻഹാഗൻ പോകണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലിസ്റ്റിലുള്ളൊരു സ്ഥലം. പിന്നെ ഉള്ളതെന്ന് പറയാനായിട്ട് നോർത്തേൺ ലൈറ്റ്സ്, അത് ഈ ഇയർ തന്നെ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഇത് അണ്ടർ റേറ്റഡ് ഒന്നുമല്ല, ഓവർ റേറ്റഡ് ആണെങ്കിലേ ഉള്ളൂ. അണ്ടർ റേറ്റഡ് ആയിട്ട് എൻ്റെ ട്രാവലിംഗ് ജേർണിയിൽ അങ്ങനെ അണ്ടർ റേറ്റഡ് ആയിട്ടൊരു സ്ഥലം അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഏത് സ്ഥലമാണോ കാണാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും. അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ നോക്കിയാണ് പോകുന്നത്. പിന്നെ അണ്ടർ റേറ്റഡ് എന്നുള്ളൊരു കാറ്റഗറി പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഒരുപാട്. ഇപ്പം എന്താ പറയുക, ക്ലോത്ത് ഡൈയിങ്, ഇക്കോ പ്രിൻ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോയി എൻഗേജ്ഡ് ആവണം എന്നുള്ളതാണ് ഒരു അണ്ടർ റേറ്റഡ് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ വരുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? കാരണം അത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്, അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടാത്തൊരു മേഖലയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോകുന്ന ഇക്കോ പ്രിൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതാണ് ഇനി അണ്ടർ റേറ്റഡ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം. ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള യാത്ര ലഡാക്കിൽ പോയതാണെന്നാണ് പറഞ്ഞത്. അപ്പം സ്റ്റാർട്ടിങ് അതിൻ്റെ പ്ലാനിങ് തൊട്ട് എൻഡിങ് വരെയുള്ള ജേർണി മൊത്തമായിട്ട് ചെറുതായിട്ടൊന്ന് വിവരിക്കാൻ പറ്റുമോ? ലഡാക്കിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പറഞ്ഞെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഒരു യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് തന്നെ കാണാൻ പറ്റും. അതായത് ഈ യാത്രയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, ഏത് റൂട്ടാണ് പോകേണ്ടത്, അതേപോലെ ഏതൊക്കെ സ്ഥലങ്ങളാണ് കവർ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ പറയും. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ജസ്റ്റായിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു പ്രിപ്പറേഷൻ ഫേസ് ഉണ്ടാവും. ഈ പ്രിപ്പറേഷൻ ഫേസിൽ നമുക്ക് അത്യാവശ്യം റൂട്ട്, അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം. അതായത് നമുക്ക് -10 ആ ടൈമിലൊക്കെ -10 ആ ടെമ്പറേച്ചറിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ജാക്കറ്റുകൾ, അതേപോലെ ഷൂസ്, അതേപോലെ തന്നെ വാട്ടർ ക്രോസിങ് വരുവാണെങ്കിൽ അതെങ്ങനെ ടാക്കിൾ ചെയ്യാം, അതിൻ്റെയൊക്കെ ഒരു പ്ലാനിങ് ആദ്യമേ നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ ട്രാവൽ ചെയ്യുന്നത് റൂട്ട് ഏതാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക. നമുക്ക് കശ്മീർ വഴി പോവാം, അതേപോലെ തന്നെ മണാലി വഴി പോവാം. അപ്പം മണാലി വഴി പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് കൂടുകയാണ്. ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ ഇപ്പം ഒരു 6000 നിന്ന് നേരെ 14,000 പെട്ടെന്ന് ഓൾട്ടിറ്റ്യൂഡ് പോകും. അപ്പോൾ AMS ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചൂസ് ചെയ്തത് കശ്മീരിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ കശ്മീരിൽ ചെന്ന് കശ്മീരൊക്കെ ഒന്ന് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യുക. ഡൽഹിയിൽ നിന്ന് നമുക്ക് 2 ദിവസം കൊണ്ട് നമുക്ക് കശ്മീർ എത്താം. ഇടയ്ക്ക് പത്താൻകോട്ടിലോ അല്ലെങ്കിൽ ജമ്മുവിലോ ആയിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുക. അവിടെ നിന്ന് ലഡാക്ക് മീൻസ് കശ്മീർ എത്തി കശ്മീർ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്വന്തം വണ്ടിയിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ കശ്മീരിലെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അതായത് ഗുരേസ് വാലി എന്നൊക്കെ പറയുന്നത്. ഗുരേസ് വാലിയൊക്കെയാണ് ശരിക്കും കശ്മീരിൻ്റെ റിയൽ ബ്യൂട്ടി എന്ന് പറയാൻ പറ്റുന്ന സ്ഥലങ്ങൾ. ഇപ്പോൾ എല്ലാവരും കേട്ടിരിക്കുന്നത് ഗുൽമർഗ്, സോൻമർഗ്, പെഹൽഗാമൊക്കെ ആയിരിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കൊമേഴ്ഷ്യലൈസ്ഡ് ആയി കഴിഞ്ഞു. പക്ഷേ ഗുരേസ് വാലി ഇപ്പോഴും കൊമേഴ്ഷ്യലൈസ്ഡ് അല്ല. ഇപ്പോഴും അങ്ങോട്ട് റോഡ് കണക്ടിവിറ്റി കുറവാണ്. അതേപോലെ തന്നെ ഫോറിനേഴ്സിനൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ പതുക്കെ സോൻമർഗ് വഴിയാണ് നമ്മൾ ലഡാക്കിലേക്ക് പോകുന്നത്. സോൻമർഗ് കഴിയുമ്പോഴാണ് നമ്മുടെ ഇപ്പം മുന്നേ പറഞ്ഞ പോലത്തെ സോജില പാസ് വരുന്നത്. സോജില പാസ് മുന്നേ ആൾക്കാരെല്ലാവരും പേടിപ്പിച്ചുകൊണ്ടിരുന്നൊരു പാസ്സാണ്. ഇപ്പോഴും ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. ഒരു അഡ്രിനാലിൻ രക്ഷ എന്തായാലും കിട്ടാതിരിക്കില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് കാർഗിലാണ്. കാർഗിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കാർഗിൽ വാറായിരിക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു പേട്രിയോട്ടിസവും കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് ഫീൽ ചെയ്യാൻ ഏറ്റവും ഒരു ഹൈ പോയിൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാർഗിൽ വാർ മെമ്മോറിയൽ. തീർച്ചയായിട്ടും എല്ലാവരും അവിടെ എത്തും. അത് കഴിഞ്ഞ് ദ്രാസ് കാര്യങ്ങളെല്ലാം കണ്ട് നേരെ നമ്മൾ ലേയിലേക്ക് എത്തും. ലേയിലെത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നതുകൊണ്ട് കുറച്ച് അത്യാവശ്യം അക്ലമറ്റൈസൊക്കെ ആയിട്ടാണ് പോവുക. എന്നാലും ഒരു ദിവസം നമ്മൾ ലേയിൽ സ്പെൻഡ് ചെയ്യുക. ലേയിലധികം കൂടുതൽ കാഴ്ചകൾ കാണാൻ പോവാതെ ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് നിവർന്നിരുന്ന് ഒരു ഡേ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം അഡാപ്റ്റ് ആവും. അതിനുശേഷമാണ് നമ്മൾ ലേ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ലേ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ചെയ്യുന്നതാണ്. നിങ്ങളിപ്പം ബഞ്ചി ജമ്പിങ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ റിവർ റാഫ്റ്റിംഗ് ചെയ്യുകയാണെങ്കിലും എല്ലാം നമ്മൾ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണ് ചെയ്യുന്നത്. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് തീരുമാനിക്കാം. നമുക്ക് ഹാൻലെ പോവാം, അതേപോലെ തുർത്തുക്ക്, അതായത് നുബ്ര വാലി കാര്യങ്ങൾ പോയാം,
അതേപോലെ നമ്മൾ 3 ഇഡിയറ്റ്സിലെ പാങ്കോങ് ലേക്ക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാനായിട്ട് ഏതാണ് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംസ്കാർ വാലി എന്ന് പറയുന്നുണ്ട്, അതും അടിപൊളിയാണ്. അവിടുത്തെ ഒരു ഐസ് ട്രക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ലൈഫിൽ നമുക്ക് വൺസ് ഇൻ എ വൈൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അത് കഴിഞ്ഞ് അപ്പോൾ അത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർഗിലാട്ടോ സ്റ്റേ ചെയ്യാവുള്ളൂ. പിന്നെ ലേയിലെത്തുക. ലേയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യമേ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് കഴിയുക. അപ്പം മുന്നേയൊക്കെ കർദുങ്ല പാസ്സായിരുന്നു വേൾഡ്സ് ഹയസ്റ്റ് പാസ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. മോട്ടറബിൾ പീക്ക് എന്ന് പറയുന്നത് കർദുങ്ല പാസ്സായിരുന്നു. അപ്പോൾ കർദുങ്ല പാസ് മുകളിലേക്ക് കയറി തിരിച്ചിറങ്ങി കഴിയുമ്പോൾ നുബ്ര വാലിയാണ്. ഇപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഓരോ കളറാണ് നമ്മുടെ ടെറൈൻ. ഭയങ്കരമായിട്ട് നമുക്ക് ഇതുവരെ കാണാൻ പറ്റാത്ത ടൈപ്പ് ടെറൈൻസും കാര്യങ്ങളൊക്കെയാണ് കാണുക. ഇപ്പോൾ കർദുങ്ലയിൽ എത്തുക എന്ന് പറയുന്നതും അവിടെ കുറച്ച് നേരം കഴിക്കുക എന്ന് പറഞ്ഞത് എല്ലാവരും ഒരു അച്ചീവ്മെൻറ്റ് നടത്തുന്നൊരു പോയിൻ്റാണ്. അവിടുന്ന് നേരെ നുബ്ര വാലിയിലേക്ക് എത്തും. ഈ നുബ്ര വാലി എന്ന് പറയുന്നതിൻ്റെ അടുത്താണ് ഈ ഡിസ്കിത്ത്, അതേപോലെ തന്നെ തുക് വാലി, ഹുന്തറൊക്കെ വരിക. നമ്മൾ സാധാരണ ഒരു കൂനുള്ള ക്യാമൽസിനെയൊക്കെയാണ് കാണുക. ഈ ഡിസ്കിത്ത്, ഹുന്തർ അവിടെ ഏരിയയിലൊക്കെ 2 കൂനുള്ള ക്യാമൽസിനെ കാണാം. അതൊക്കെ കാണാം. അതിൻ്റെ മേലെ ഒരു റൈഡൊക്കെ നടത്താം. അതിനുശേഷം നമ്മുടെ ബാഗ് മിൽക്ക ബാഗില്ലേ, ആ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെയാണ് ഈ പറയുന്ന ഈ ഹുന്തർ ഡിസ്കിത്ത് എന്നൊക്കെ പറയുന്നത്. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ തുക് എത്തും. ഈ തുക് എന്ന് പറയുന്നത് 1971 വരെ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ അവിടെയുള്ളവരൊക്കെ ചെല്ലുമ്പോൾ പറയും, അതായത് മുന്നേ ഞങ്ങൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് പാകിസ്ഥാനിലായിരുന്നു, ഇപ്പോൾ ഇന്ത്യയിലാണ്. അങ്ങനത്തെ കഥകളും അവരുടെ കഥകളും, അതായത് അവിടെയും ഈ പൊളിറ്റിക്സും അതേപോലെ തന്നെ പല കുശുമ്പും കുന്നായ്മയും എല്ലാം അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് അവിടെ നടക്കുന്നത്, പക്ഷേ വേറെ രീതിയിലാണെന്ന് മാത്രം. അത് ഒക്കെ കണ്ട് വേണമെങ്കിൽ നമുക്ക് ഗ്ലേഷ്യറിൽ വേണമെങ്കിൽ ഒന്ന് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ഇതുവരെ റൈഡ് ചെയ്ത ടെൻഷനോ അല്ലെങ്കിൽ സ്ട്രെസ്സ് കാര്യങ്ങളെല്ലാം തീർക്കാനായിട്ട് അവിടെ ഒരു ഗ്ലേഷ്യറിൽ ഒരു കുളി അങ്ങ് വിളിച്ചാൽ മതി. ഇതെല്ലാം കണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാനിലേക്ക് അവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് ബൈനോക്കുലറൊക്കെ വെച്ച് പാകിസ്ഥാനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പം ഈ പാർട്ടീഷൻ്റെ സമയത്ത് ഇവരുടെ പല കസിൻസും പാകിസ്ഥാനിലും ഇന്ത്യയിലും ഒക്കെ ആയി പോയിട്ടുണ്ട്. അപ്പം ഇവർക്ക് പോകാനായിട്ട് 2 കിലോമീറ്റർ ഉള്ളൂ അങ്ങോട്ട് പോയി കാണാൻ, പക്ഷെ പോകാൻ പറ്റില്ല. ഇവർക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവർ പഞ്ചാബിൽ നിന്ന് കറങ്ങി ഏകദേശം ഒരു 300-400 കിലോമീറ്ററൊക്കെ ചുറ്റി കറങ്ങിയിട്ടാണ് ഇവിടെ എത്തുക. അങ്ങനെ ആ കാഴ്ചകളും അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കാം. അത് കഴിഞ്ഞ് തിരിച്ച് നമുക്ക് പാങ്കോങ് വേണമെങ്കിൽ ലേയിലേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ പാങ്കോങ്ങിലേക്ക് പോവാം. പാങ്കോങ്ങിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 3 ഇഡിയറ്റ്സ് മൂവിയൊക്കെ കണ്ടവർക്കറിയാം, ലാസ്റ്റ് ക്ലൈമാക്സ് സീനൊക്കെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകൾ ഇപ്പോഴും അവിടെയുണ്ട്. അവരുടെ ആയിരിക്കുന്ന ചെയറും അതേപോലെ തന്നെ അവരുടെ മില്ലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോഴും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ടൂറിസ്റ്റ് ട്രാപ്പ് ഉണ്ട് അതിൻ്റെ അകത്ത്. എന്നാലും നമുക്ക് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അത് മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് തിരിച്ച് നമുക്ക് ലേയിലേക്ക് വരാം. അതല്ലെങ്കിൽ ഹാൻലേ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാം. ഈ ഹാൻലേ എന്ന് പറയുന്നതാണ് വേൾഡ് 2nd ഹയസ്റ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതായത് നമുക്ക് ഒരു ഫുൾ മൂൺ ഡേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൈ ഒക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് മിൽക്കി വരെ കാണാനായിട്ട് പറ്റും. കഴിഞ്ഞ വർഷമൊക്കെ നോർത്തേൺ ലൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഹാൻലേയിലും അനുഭവപ്പെട്ടു. ആൾക്കാരത് കണ്ടിട്ടുണ്ടെന്നാണ് പറയുക. അപ്പോൾ ഒരു നൈറ്റൊക്കെ അവിടെ എത്തി ഒരു ടെൻ്റൊക്കെ പിച്ച് ചെയ്ത് രാത്രി പുറത്തേക്ക് സ്ലീപ്പിംഗ് ബാഗിൽ തലയൊക്കെ പൊക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നക്ഷത്രങ്ങളൊക്കെ കണ്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് സൊമോരിരി എന്ന് പറയുന്നൊരു ലേക്ക് ഉണ്ട്. ഈ ലേക്ക് പാങ്കോങ് ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, പാങ്കോങ്ങിൽ ഈ 3 ഇഡിയറ്റ്സിൻ്റെ ഇതുകൊണ്ട് ഫുള്ളി കൊമേഴ്ഷ്യലൈസ്ഡ് ആയി ഇതൊക്കെയാണ്. പക്ഷേ സൊമോരിരി അങ്ങനൊരു കൊമേഴ്ഷ്യലൈസ്ഡ് ആവാത്ത അധികം ആൾക്കാർ പോവാത്തൊരു ഏരിയ ആണ്. ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ 2 വർഷമായി അവിടെ പോയിട്ട്. അപ്പോൾ ഈ ലേക്കും കാര്യങ്ങളും എല്ലാം കണ്ടുവരുമ്പോൾ പാങ്കോങ്ങിൻ്റെ അതേ എഫക്റ്റ് എന്നാൽ നമുക്കൊരു പ്രൈവറ്റായിട്ട് കാണാൻ പറ്റുക എന്നുള്ളൊരു ഇതാണ് സൊമോരിരി. അതിൻ്റെ ഇടയ്ക്ക് പൂഗാവാലി വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരിക. ലേയിലേക്ക് വരിക. നമുക്ക് ലേയിലെത്തി ലേയിൽ നിന്ന് മണാലിയിലേക്ക് പോകുന്ന റൂട്ടുണ്ട്. നമുക്ക് 2 ദിവസം കൊണ്ട് പോവാം. ഞാൻ 1 ദിവസം കൊണ്ടാണ് കവർ ചെയ്തത്. അപ്പോൾ ഈ കവർ ചെയ്യുന്ന സമയത്താണ് മോസ്റ്റ് ഇൻസ്റ്റാഗ്രാമബിൾ പ്ലേസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുന്നു. പോകുന്ന യാത്രയൊക്കെ ആ റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തോരം പറഞ്ഞാലും തീരില്ലാത്തൊരു സ്ഥലമാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് സിസുവൊക്കെ കവർ ചെയ്ത് മണാലിയിലേക്ക് എത്താം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പിതി എന്ന് പറഞ്ഞൊരു സർക്യൂട്ടൊക്കെ എടുക്കാം. അപ്പോൾ അവിടെയാണ് ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിലുള്ള പോസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു റൂട്ടും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു ഫുൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത്രയും കവർ ചെയ്യാനായിട്ട് വെറുതെ പോകുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം കൊണ്ടൊക്കെ കവർ ചെയ്യാം.
പക്ഷേ ഇത് ഓരോ സ്ഥലങ്ങളും കണ്ട് മനസ്സിലാക്കി പോകാനാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസമോ 4 മാസമോ ഇനി വർഷങ്ങളോളം വേണമെങ്കിലും അവിടെ നിൽക്കാൻ പറ്റും. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. കശ്മീർ പോയ പല കഥകൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ ഗുരേസ് വാലിനെ പറ്റി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഗുരേസ് വാലിനെ പറ്റിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഗുരേസ് വാലിയാണ് ശരിക്കുള്ള കശ്മീർ. നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഏത് ട്രാവൽ ചെയ്തേക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ അതായത് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് നമുക്ക് ടൂറിസ്റ്റ് ട്രാപ്പ് ഒന്നും വയ്ക്കാത്ത ആൾക്കാരെ കാണുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്ഥലം ഇഷ്ടപ്പെടാൻ പറ്റുക. അതായത് ആ സ്ഥലം എന്താണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവുക. ഈ ഗുരേസ് വാലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കണക്ടിവിറ്റി ഭയങ്കര മോശമാണ്. അതായത് വിൻറ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് ഫുള്ള് ബ്ലോക്ക് ആവും. ഇപ്പോൾ സമ്മേഴ്സിൽ മാത്രമാണ് നമുക്ക് ഈ ഗുരേസ് വാലിയിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഗുരേസ് വാലിയിലേക്ക് ഇപ്പോൾ ഒരു പുതിയൊരു റോഡ് വെട്ടുന്നുണ്ട്. അപ്പോൾ ആ റോഡ് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദ്രാസിലേക്കാണ് നേരെ കണക്റ്റ് ആവുക. അപ്പോൾ ആ വരുന്ന ടൈം കൊണ്ട് നമ്മൾ അതിൻ്റെ മുന്നേ ആയിട്ട് പോയിട്ട് വരുവാണെങ്കിൽ മാത്രമാണ് ഈ ഗുരേസ് വാലി നമുക്ക് അത്രയും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങോട്ട് ഈ കണക്ടിവിറ്റി കുറവായതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ആർമിക്കാരാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുക. അതേപോലെ ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യാത്ത ടൈപ്പ് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ചെന്ന് ഇങ്ങോട്ട് പോകുന്ന റോഡാണെങ്കിലും അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടുള്ളതാണെങ്കിലും ശരിക്കും നമ്മൾ ഈ വിൻഡോസിൻ്റെയൊക്കെ പഴയ വാൾപേപ്പറൊക്കെ കാണില്ലേ, അതുപോലെയുള്ള സ്ഥലങ്ങളാണ് മുഴുവനായിട്ടും ഗുരേസിലുള്ളത്. അപ്പം അതും പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ഫുഡാണെങ്കിലും നമുക്ക് അധികം ഓർഗാനിക് ആയിട്ടുള്ള അതേപോലെ അവർ വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് ഫുഡുകളും കാര്യങ്ങളൊക്കെയാണ്. ഹോട്ടലും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്, വളരെ കുറച്ച് ഹോട്ടലേ ഉള്ളൂ. ഹോം സ്റ്റേസ് ആണ് കൂടുതൽ. അപ്പോൾ അവർ നമ്മളോട് സംസാരിക്കുന്ന രീതി ഇതെല്ലാം കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വെതർ. നമുക്ക് എത്ര ചൂടാണെങ്കിലും അവിടെ ഞാൻ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞ് കാണാനാണെങ്കിലും അല്ലെങ്കിൽ പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്ന ഒരു മെഡോസ് കാര്യങ്ങളെല്ലാം കാണാനാണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പറയുന്ന ഗുരേസ് വാലി. നമുക്ക് ഗുൽമർഗിൽ കാണുന്നതിൻ്റെ ഗുൽമർഗ് പോയിട്ടുള്ളവർക്കറിയാം. ഗുൽമർഗ് സമ്മേഴ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മെഡോസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരുപാട് ആടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിൻ്റെ ഒരു 10x ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന ഗുരേസ്. സിനിമകളിൽ കണ്ട ദൃശ്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. 3 Idiots കണ്ട പലർക്കും മറക്കാൻ പറ്റാത്തൊരു സീനാണ് അതിൻ്റെ ക്ലൈമാക്സ് സീൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് ലേ ലഡാക്കിൻ്റെ സൈഡിലാണെന്നാണ് കേട്ടത്. അപ്പോൾ എന്താണ് അവിടെ ചെന്നപ്പോൾ അത് റിയൽ ലൈഫിൽ കണ്ടപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഈ പറയുന്ന ലേക്കാണ് പാങ്കോങ് ലേക്ക്. അപ്പോൾ നമുക്കറിയാം കരീന കപൂറും അമീർ ഖാനും അതേപോലെ മാധവനൊക്കെ വന്നിരിക്കുന്ന ആ സീൻ ആർക്കും മറക്കാൻ പറ്റാത്തൊരു സീൻ തന്നെയാണ്. ഇത് കാണുക എന്നുള്ള ഉദ്ദേശത്തിലേക്കാണ് ഞാൻ ലഡാക്കിലേക്ക് തന്നെ പോയത്. ആർക്കും മറക്കാൻ പറ്റില്ലാത്ത എന്താ പറയുക, ഒരു കാക്കി നിറത്തിലുള്ള ടെറൈൻ, അതിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളി നീല റിവർ, അത് കാണുക എന്നുള്ളതാണ് ലഡാക്കിൻ്റെ ഹൈലൈറ്റ് പോയിന്റ്. അപ്പം ഈ സ്ഥലത്തൊക്കെ നമ്മൾ നൈറ്റ് പോയി കഴിയുമ്പം സ്കൈയും കൂടെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവും. അതൊന്നും സിനിമയിൽ കാണിച്ചിട്ടില്ല. സിനിമയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡേ ലൈറ്റിലാണല്ലോ അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് നൈറ്റിൽ കാണുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പും അതുപോലെ തന്നെ ക്ലിയർ സ്കൈയും ഈ ലേക്കിൻ്റെ ഒരു ഒച്ചയൊക്കെ കേട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ലഡാക്ക് ട്രിപ്പിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഇതിനേക്കാളും അടിപൊളി ഒരു സ്ഥലമാണ് സൊമോരി ലേക്ക് എന്ന് പറയുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെ, പക്ഷെ നമുക്ക് ഇത്രയും ക്രൗഡില്ല. അപ്പോൾ നമുക്ക് പ്രൈവറ്റായിട്ട് ഇത് കാണാം. അതായിരുന്നു ബെസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ലഡാക്കിൽ. ലഡാക്കിലെ ആൾക്കാരുടെ ജീവിത രീതിയും അവർ കഴിക്കുന്ന ഫുഡും അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ഫുഡ് കൾച്ചർ എന്താണ് അവരുടെ? ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ലഡാക്കിൽ കൂടുതലായിട്ടുള്ളത്. അതായത് ഒരുപാട് ഗോംപകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിബറ്റൻ മൊണാസ്ട്രീസിനെയാണ് ഈ ഗോംപ എന്ന് പറയുന്നത്, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസിനെയാണ് ഈ ഗോംപകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരുടെ ജീവിത രീതി മുഴുവൻ. ഇവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മളെപ്പോലെ അധികം മസാലാസ് കാര്യങ്ങളൊന്നും ഇവർ യൂസ് ചെയ്യില്ല. അതും ഉപ്പിട്ട് നെയ്യും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തുള്ള ഒരു ടൈപ്പ് ചായയൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് കുടിക്കുക. അതായത് നമ്മുടെ കീറ്റോ ഡയറ്റിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ടൈപ്പ് ടീ ഇല്ലേ, ഇതൊക്കെ അവരുടെ കൾച്ചറിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ലഡാക്കിലെ ആൾക്കാരുടെ ജീവിത രീതി, അവരുടെ കൾച്ചർ അതെന്താണ്? ലഡാക്കിലെ ആൾക്കാർ ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരു നൊമാഡ്സ് ആണ്. അതായത് അവർക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ ജീവിക്കാനായിട്ട് പറ്റില്ല. അതായത് സ്നോ വരുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വേറൊരു സ്ഥലത്തേക്ക് മാറിയേ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ കൾച്ചറിൽ ഇതിന് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് വരികയാണ്. ആൾക്കാർ ടൗണിലേക്ക് പോയി വിദ്യാഭ്യാസമൊക്കെ നേടാനും കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് സാധാരണ ലേയിലേക്കോ അല്ലെങ്കിൽ കശ്മീരിലേക്കൊക്കെ വന്ന് സാധാരണ ഹോട്ടൽ ജോലികൾ അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്താണ് ഇവരിപ്പോൾ ജീവിക്കുന്നത്.
പക്ഷേ മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ തീർച്ചയായും ആട്ടിടയന്മാരായിരുന്നു. ഇവർക്ക് ഭയങ്കര ലാഭകരമായ ഒരു ബിസിനസ് തന്നെയാണ് ഈ ആട്ടിടയൻ എന്ന് പറഞ്ഞത്. അതായത് ഈ പശ്മിന ഷോളിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള സാധനം കിട്ടുന്നത് ലഡാക്കിൽ മാത്രമാണ്. നമുക്ക് അറിയാൻ പറ്റില്ല ഏതാണ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത്. ഈ പശ്മിന വൂൾ എന്നൊക്കെ പറയുന്നത് ഈ ആടുകൾക്ക് തണുപ്പിൽ നിന്ന് പ്രതിരോധിക്കാനായിട്ട് ഒരു ലെയർ ഓഫ് കോട്ടിങ് വരുന്നതാണ്. ആ കോട്ടിങ് നമ്മൾ പിന്നീട് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ പശ്മിന ഷോളൊക്കെ ഉണ്ടാക്കുന്നത്. അതിനൊക്കെ ഇപ്പം മാർക്കറ്റിൽ നല്ലൊരു പശ്മിന ഷോളിനൊക്കെ 2 ലക്ഷം രൂപയൊക്കെ ഈസിലി നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്. പിന്നെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം ഇവർ നടത്തം തന്നെയാണ് പരിപാടി. മാസങ്ങളോളം നടന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇവർ സെറ്റിലാവും. ഇവർ സെറ്റിലായി കഴിയുമ്പം ഈ ആട്ടിൻപറ്റങ്ങളെ കൊണ്ടുപോവുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഏതെങ്കിലും ഒരാൾക്കായിരിക്കും. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലി പോകുമ്പോൾ ആ ഫാമിലിയിലെ ഓരോ ദിവസവും ഓരോരുത്തരായിരിക്കും ഈ ആടുകളെ കൊണ്ട് ഓരോ സ്ഥലത്തേക്ക് പോവുക. അവർ കൊണ്ടുപോകുന്നു. നമ്മൾ പോകുമ്പോൾ ഒരാൾക്ക് ഏകദേശം ഒരു 1000-2000 ആടൊക്കെയാണ് കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഒരു 300-400 ആടൊക്കെ എന്തായാലും ഉണ്ടാവും. ഈ 300-400 ആടൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും മട്ടൺ വിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇവന് ആവശ്യത്തിന് കാശുണ്ടാവുന്നു. പക്ഷെ അത് ഒരാളുടെ അല്ല, അത് ഒരു വില്ലേജിൻ്റെ സ്വത്താണ്. അപ്പം അത് ഇവരുടെ ഒരു ജീവിത രീതിയാണ്. പിന്നെ ഭക്ഷണം എന്ന് പറയുന്നത് ഇവരുടെ മീറ്റ് തന്നെയാണ്. ഗോഡ് മീറ്റ് ഇവരുടെ ഇതാണ്. പിന്നെ ആടിൻ്റെ പാല്, അതേപോലെ തന്നെ പനീർ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇവരുടെ ഭക്ഷണ രീതികൾ. ഇവർ അങ്ങനെ ഒന്നിനെയും കെയർ ചെയ്യാതെ നാളെ എന്താണ് ഇന്നലെ എന്താണ് അതൊന്നും ചിന്തിക്കാത്തൊരു രീതിയിലുള്ള ജീവിതമാണ് ഇവരുടെ ഹൈലൈറ്റ്. ഇപ്പോൾ ലഡാക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത വ്യക്തികളോട് കൊടുക്കാൻ പറ്റിയ ടിപ്സും അഡ്വൈസും എന്തായിരിക്കും? ഒരുപാട് ടിപ്പുകളുണ്ട്. അതിൽ ഫസ്റ്റ് നിങ്ങൾ ജൂലൈ എന്ന് പറഞ്ഞൊരു വേർഡ് പഠിച്ചു വയ്ക്കുക. എന്താണ് ജൂലൈ? ജൂലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം. നമുക്കൊരു ഇൻട്രോ കൊടുക്കാൻ പാകത്തിന് ഉള്ള ഒരു വേർഡാണ് ജൂലൈ. അപ്പോൾ ജൂലൈ എന്ന് പറഞ്ഞത് തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാവരും ലഡാക്ക് ട്രിപ്പ് പോയ എല്ലാവരുടെയും മൈൻഡിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു വേർഡായിരിക്കും. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എപ്പോഴും കെയർഫുള്ളായിട്ട് വേണം വണ്ടി ഓടിക്കാനും. ഹൈഡ്രേറ്റ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ച് വേണം ഈ വണ്ടി കാര്യങ്ങളെല്ലാം ഓടിക്കാനായിട്ട്. പിന്നെ റെൻ്റൽസ് എടുത്ത് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കശ്മീരിൽ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് കശ്മീരിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി നമുക്ക് ലഡാക്കിൽ ഓടിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ലഡാക്കിൽ രജിസ്റ്റർ ചെയ്ത വണ്ടി കശ്മീരിലോ അല്ലെങ്കിൽ മണാലിയിലോ ഒന്നും ഓടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ യൂണിയൻകാരാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിയൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ലോക്കൽസിനോട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയിട്ട് വേണം യാത്ര ചെയ്യാനായിട്ട്. പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് പല സ്ഥലങ്ങളിലും കിട്ടുള്ളൂ. പെട്രോള് കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും പെട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. നമുക്ക് ലേയിൽ ഒരു പെട്രോൾ ബങ്ക് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക കീലോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം 400 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ആർമിക്കാരായിരിക്കും. ആർമിക്കാർ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക റെസ്പെക്റ്റും കാര്യങ്ങളായിരിക്കും. എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്കാണെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ആർമി ക്യാമ്പ് എനിക്കാണെങ്കിലും ഇടയ്ക്ക് പോകുന്ന വഴിക്ക് വണ്ടിയുടെ ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ആർമി ക്യാമ്പിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഹെൽപ്പ് ചോദിക്കുക. അതേപോലെ അറിയില്ലാത്ത കാര്യമാണെങ്കിൽ വേറെ ആരോടെങ്കിലും തീർച്ചയായിട്ടും ചോദിച്ചിട്ട് മാത്രം പോവുക. ഗൂഗിളിനെ മാത്രം നമ്പി പോകരുത്. അത്രയാണ് എനിക്ക് പറയാനുള്ള ടിപ്സ്. സന്തോഷ് ജോർജ് കുളങ്ങര ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് വാരണാസി എന്നാണ്. അപ്പോൾ അവിടുത്തെ ഈ ഗംഗാരതിയും അതിനെ പറ്റിയിട്ടൊക്കെ എന്താണ്, അത് കണ്ടിട്ടുണ്ടോ, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഗംഗാരതി വാരണാസി പോയി കഴിഞ്ഞാൽ ഗംഗാരതി കാണാതെ വാരണാസി പൂർത്തിയാവില്ല. തീർച്ചയായിട്ടും ആൾ പറഞ്ഞത് ഞാൻ ആ ഡയലോഗ് ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. എന്തൊക്കെ വേഷം കെട്ട് കാണിച്ചു കഴിഞ്ഞാലും ഇവിടെ തീരേണ്ട ആളാണല്ലോ എന്നുള്ളൊരു ബോധ്യം നമുക്ക് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാം. ഒരു മിസ്റ്റിക്കൽ പവർ അല്ലെങ്കിൽ ഒരു മാജിക്കൽ പവറുള്ളൊരു സ്ഥലമാണ് വാരണാസി. അവിടുത്തെ ചിതകൾ, അതായത് 24 മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കുന്ന ചിതയാണ് വാരണാസിയിലെ മണികർണിക ഘട്ട്. അപ്പോൾ ഈ മണികർണിക ഘട്ടിലൊക്കെ നമുക്ക് പലതരം ടൈപ്പ് ആൾക്കാരെ കാണാം. സന്തോഷത്തോടെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് കരയാൻ പാടില്ല എന്നാണ് പറയുക. കാരണം അവർ വേറൊരു ലോകത്തേക്ക് പോവുകയാണ്. ഈ മരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് അതിനെ പേടിക്കുന്നത്? ധൈര്യത്തോടെ മുന്നോട്ട് ജീവിക്കൂ എന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മണികർണിക ഘട്ട്. പിന്നെ ഇതിനൊരു മിസ്റ്റിക്കൽ എലമെൻറ്റ്സ് തരാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ആ ഗോരി സന്യാസികളുടെ കഥ, അതേപോലെ തന്നെ ഇത്രയും ചെയ്ത് അവിടെ കത്തിയിട്ടും അവിടെ ഒരു ബാഡ് സ്മെല്ല് പോലും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിപ്പോയത്? അങ്ങനത്തെ പല കഥകളും നമുക്ക് അവിടുന്ന് കേൾക്കാൻ പറ്റും. ഈ പറയുന്ന കഥകൾ നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് നമുക്കതിനെക്കുറിച്ച് ഡെപ്തായിട്ട് പറയാൻ പറ്റുള്ളൂ. ആ ഒരു ലോജിക്കലി തിങ്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇതിനെ നമുക്ക് ഒരു മിസ്റ്റിക്കൽ രീതിയിൽ കാണാൻ പറ്റുള്ളൂ.
ഇത് ഒന്നുമില്ലെങ്കിൽ പോലും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളിവിടെ തീരേണ്ടവനാണ്, നമ്മളിവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് നാളെ വിട്ട് പോവും എന്നുള്ള ഉറപ്പും അതേപോലെ തന്നെ ഒരു ധൈര്യവും ഇനി എന്തായാലും നമുക്ക് മുന്നോട്ട് വെച്ച കൽപ്പിന്നോട്ടില്ല എന്നുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് മണികർണിക ഘട്ട്. ഈ മണികർണിക ഘട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് ചിതകളും കാര്യങ്ങളും എല്ലാം കണ്ട് നമ്മൾ കുറച്ച് ഡ്രെയിൻഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇത് കഴിയുമ്പോൾ നമുക്കൊന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്കും നല്ല ദശാശ്വമേധ ഘട്ടിലേക്ക് ഒരു ഗംഗാരതിക്ക് അങ്ങോട്ട് പോവുക. ഈ ഗംഗാരതിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്നത് ദശാശ്വമേധ ഘട്ടിലാണ്. അതൊരു ഉത്സവമാണ്. നമുക്കിപ്പം ഒരു ഉത്സവം കാണണമെങ്കിൽ വർഷത്തിൽ ഒരിക്കലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എന്നും ഉത്സവമാണ്. ഇത് കണ്ട് നമ്മൾ തിരിച്ച് പതുക്കെ ഈ കൂട്ടത്തോടെ എന്താ പറയുക, രണ്ട് സൈഡിലും ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ, രണ്ട് സൈഡിലും കടകളും കാര്യങ്ങളും ഒച്ചപ്പാടും ബഹളവും, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ട്രെയിൻഡായ എനർജിയൊക്കെ തിരിച്ച് നമുക്ക് കിട്ടും. ഇനി എനിക്ക് കുറച്ചുകൂടെ പീസ്ഫുള്ളായിട്ട് പോകണം, ഗംഗാരതി കാണണമെന്നുണ്ടെങ്കിൽ ആ സീഘട്ടിൽ പിറ്റേ ദിവസം രാവിലെ ഒന്നുകൂടെ കാണുക. അപ്പോൾ ഗംഗാരതി ഒരിക്കലും മിസ് ചെയ്യരുത്. മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഗംഗാരതി വിത്തൗട്ട് വാരണാസി ഈസ് നോട്ട് കംപ്ലീറ്റ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. സോ ഇത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിനും ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിനും ഒരുപാട് താങ്ക്സ്. ഓക്കെ, താങ്ക് യു.